ഇന്നിപ്പോൾ ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും വോട്ടെടുപ്പിനായി ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. അത് 6:30 കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ തുടങ്ങുന്നു. ഒരു 8:30, 8:10, 8:15 ആകുമ്പോഴേക്കും ആദ്യ ഫലസൂചന പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും ഹരിയാന ദംഗലിൽ, ഹരിയാന അഖാഡയിൽ ആർക്കാണ് നേട്ടം? ജമ്മു കാശ്മീരിൽ ജമ്മുവിലാര്, കശ്മീരാല് എന്നൊക്കെയുള്ള രാഷ്ട്രീയ ഭരിത വാർത്താ മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 24 മാജിക് സ്ക്രീനിൽ വളരെ ലെജിബിളായി, വളരെ ഭംഗിയായി ഒരൊറ്റ നോട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് വളരെ കൃത്യമായി തന്നെ അറിയാം. ഹരിയാന മുകളിൽ, ജമ്മു കാശ്മീർ താഴെ. അവിടെ ഹരിയാനയിൽ BJPക്ക് എത്ര, കോൺഗ്രസിന് എത്ര, JJPക്ക് എത്ര, INLDക്ക് എത്ര, മറ്റുള്ളവർ ആർക്കെങ്കിലും, ആം ആദ്മി പാർട്ടി അടക്കം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് മുകളിൽ നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായി അറിയാം. താഴേക്ക് വന്ന ജമ്മു കാശ്മീരിൽ 90 സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് എത്ര എന്ന് പറഞ്ഞാൽ NC പ്ലസ് കോൺഗ്രസ് സഖ്യത്തിന് എത്ര, BJPക്ക് അവിടെ എത്ര, PDPക്ക് അവിടെ എത്ര, അവിടെ ആപ്പിന് വലിയ കഥയൊന്നുമില്ല എങ്കിൽ കൂടി ആപ്പിന് എത്ര, മറ്റുള്ളവർ ഈ പറയുന്ന അപ്പനി പാർട്ടി പോലെയുള്ള ചെറിയ ചെറിയ സംഗതികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എഞ്ചിനീയർ റാഷിദ്, ജമാഅത്തെ ഇസ്ലാമി സഖ്യം, ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് താഴെ നോക്കിയാൽ അറിയാം. ഒറ്റ നോട്ടത്തിൽ അറിയാമെന്നുള്ളതാണ് എപ്പോഴും എന്ന പോലെ ഈ മാജിക് സ്ക്രീനിന്റെ പ്രത്യേകത. എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വലിയ ആവേശത്തിന് ശേഷമുള്ള അടുത്ത ഒരു ഇലക്ഷൻ ദിവസമാണിന്ന്. നമുക്ക് ഏത് തെരഞ്ഞെടുപ്പായാലും നമുക്ക് അത് ജനാധിപത്യത്തിന്റെ ആഘോഷമാണ്, ഉത്സവമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരുന്നുണ്ട്. നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, ഹരിയാന ജമ്മു കാശ്മീർ ആദ്യ ഫലസൂചന പ്രേക്ഷകർക്ക് എപ്പോൾ നൽകാൻ കഴിയും? 8:15, 8:30 ആകുമ്പോഴേക്കും ഒരു ആദ്യ സൂചനയോടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നിതിൻ? അഷ്മി, കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. അതിനുശേഷം 8:30യോടുകൂടി തന്നെ ആദ്യ ഫലസൂചനകൾ നമുക്ക് ലഭ്യമാകും. എന്തായാലും ഒരു 10 മണിയോടുകൂടി തന്നെ, നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു ഏതാണ്ട് ചിത്രം എങ്ങോട്ടേക്കാണ് ഹരിയാനയും ജമ്മു കാശ്മീരും ചിന്തിക്കുന്നത് ചിത്രം നമുക്ക് വ്യക്തമാകും. എന്തായാലും അതിനെല്ലാം മുന്നോടിയായി തന്നെ ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിലെല്ലാം തന്നെ വലിയ പ്രതീക്ഷകൾ ഉയരുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. കാരണം എക്സിറ്റ് പോൾ പ്രവചനം തീർത്തും കോൺഗ്രസിന് പൂർണ്ണമായും അനുകൂലമാണ്. ഹരിയാനയിൽ, ജമ്മു കാശ്മീരിലാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാണ്. എന്തായാലും ആ എക്സിറ്റ് പോൾ പ്രവചനത്തെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചർച്ചകളൊക്കെ തന്നെ ഇപ്പോൾ തുടരുന്നത്. കാരണം ഇതിനും തന്നെ ഭരണം കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഭരണനേട്ടം ഉണ്ടാക്കാൻ, ഭരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസ് എന്തായാലും തന്നെ വെച്ചു പുലർത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് 2014-ലും 2019-ലും തന്നെ കിങ് മേക്കറായത് INLD, അതോടൊപ്പം തന്നെ JJP, അതോടൊപ്പം മറ്റ് സ്വതന്ത്ര അടക്കമുള്ള പാർട്ടികളാണെങ്കിൽ ഇത്തവണ അത്തരമൊരു സാധ്യത ഇല്ലാതെ കോൺഗ്രസിന് കൃത്യമായ മേധാവിത്വമാണ് ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രവചനമെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പുകൾ വലിയ പ്രതീക്ഷയിലടക്കം ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ചും ഹരിയാന കേന്ദ്രീകരിച്ചും തന്നെ JJP എന്ന് പറഞ്ഞ ചെറിയ പാർട്ടി അത് വരുമ്പോൾ അവിടുത്തെ വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ ആം ആദ്മി പാർട്ടി വന്ന വഴിയിൽ എന്താണ് അവരുടെ രീതിയിലൊക്കെ ജനക്കൂട്ടത്തെ ഇളക്കി മറിച്ച് BJPക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് യുവാക്കളുടെ പ്രതീക്ഷ, ആസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ഒരു പാർട്ടിയാണ് JJP. അന്ന് വലിയ സ്വീകാര്യത അവിടെ കിട്ടിയതാണ്. അത് 10 സീറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളെങ്കിൽ കൂടിയും. പക്ഷേ അതിനുശേഷം അധികാരത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞ വിമർശനങ്ങളൊക്കെ വിഴുങ്ങി BJPക്കൊപ്പം ചേർന്ന് JJP അവിടെ കണ്ടു. അതിന് ജനം കൊടുക്കുന്ന ശിക്ഷ എന്ന നിലയ്ക്ക് JJP കിട്ടാൻ പോകുന്ന റിസൾട്ടിനെ കാണണം. JJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാകുമോ ഹരിയാനയിൽ നിതിൻ? ഇതിൽ എന്താ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ JJP എന്ന് പറയുന്ന ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടി അവിടെ യുവാക്കളുടെ ആസ്പിറേഷനൊക്കെ ആയി, അവിടെ പുത്തൻ പ്രതീക്ഷകളൊക്കെ ആം ആദ്മി വന്ന മട്ടിൽ തന്നെ വന്ന ഒരു പാർട്ടിയാണ്. വലിയ ബിൽഡപ്പിൽ വന്നൊരു പാർട്ടിയാണ്. ആ ബിൽഡപ്പിനനുസരിച്ച് അവർക്ക് വോട്ട് കിട്ടി, അവർക്ക് വോട്ടിംഗ് ശതമാനം കിട്ടി, 10 സീറ്റുകൾ കിട്ടി. അതിനുശേഷം പക്ഷേ BJPയുമായി ചേർന്നത് ഹരിയാനക്കാർക്ക് അത്ര പിടിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. നിതിൻ, കേൾക്കാവോ? ഞാൻ ചോദിച്ചത് JJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ്, അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വോട്ടിംഗ് റിസൾട്ടാണ് വരാൻ പോകുന്നത് എന്ന് ഈ എക്സിറ്റ് പോളുകൾ നോക്കിയാൽ കാണാൻ കഴിയും. എന്താണ് JJPയുടെ അവസ്ഥ? എത്രത്തോളം ആശങ്കയിലാണ് ചൗട്ടാല? നിതിൻ. അഷ്മി, എന്തായാലും ദുഷ്യന്ത് ചൗട്ടാല വലിയ ആശങ്കയിലാണ്. കാരണം 2019 കിങ് മേക്കറായിരുന്നു ദുഷ്യന്ത് ചൗട്ടാല. 40 സീറ്റുകൾ BJPക്ക് നേടിയപ്പോൾ അതിൽ BJPക്ക് തുടർ ഭരണം നേടിക്കൊടുക്കാൻ ഏറ്റവും സഹായകമായത് ദുഷ്യന്ത് ചൗട്ടാല BJPക്ക് ഒപ്പം നിന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റ് സ്വതന്ത്രയൊപ്പം നിർത്തി തന്നെ BJP പിന്നീട് ഭരിച്ചു. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ദുഷ്യന്ത് ചൗട്ടാലയെ പിന്നീട് ആ സഖ്യത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. പിന്നീട് സ്വതന്ത്രയും അതോടൊപ്പം തന്നെ INLD എല്ലാം ഒപ്പം നിർത്തിയാണ് BJP അവിടെ ഭരണം നിലനിർത്തിയത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്താൻ എന്തായാലും ദുഷ്യന്ത് ചൗട്ടാലയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ASPയുമായിട്ടായിരുന്നു ഇത്തവണത്തെ സഖ്യം. പക്ഷേ ഈ ASPയുമായിട്ടുള്ള സഖ്യത്തിൽ കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളടക്കം തന്നെ വലിയ പാളിച്ചകൾ JJPക്ക് ആദ്യഘട്ടം പോലെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ JJPയുടെ തന്നെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും. 2019 കിങ് മേക്കറായ JJP ഇത്തവണ എത്ര വോട്ടുകൾ അല്ലെങ്കിൽ എത്ര സീറ്റുകൾ പിടിക്കുമെന്ന ചോദ്യമെല്ലാം തന്നെ ഉയരുന്നത്. പക്ഷേ എക്സിറ്റ് പോൾ പ്രവചനം തന്നെ നൽകുന്നത് ഏതാണ്ട് 3 സീറ്റുകൾക്ക് അപ്പുറം JJP എന്തായാലും മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ പൂർണ്ണമായും കോൺഗ്രസ് മേധാവിത്വം
രക്ഷപ്പെടുത്തും എന്ന് തന്നെ പറയേണ്ട ഒരു എക്സിറ്റ് പോൾ പ്രവചനമാണ് കഴിഞ്ഞ ഏതാനും ദിവസം മുന്നേ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ജാട്ട് വോട്ടുകൾ, ദളിത്, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ ഒരു ഏകീകരണം ഇത്തവണ കോൺഗ്രസിന് അനുകൂലമാകും എന്നൊരു പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നു. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലടക്കം ആ ഒരു സൂക്ഷ്മത കോൺഗ്രസ് പ്രകടിപ്പിച്ചിരുന്നു. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ അഗ്നിവീർ പദ്ധതിയെല്ലാം തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടമായ മണ്ണാണ് ഹരിയാന. ഈ അഗ്നിവീരിൽ നിന്ന് വിരമിക്കുന്നവർക്ക് സർക്കാർ ജോലി നൽകുമെന്നൊരു വാഗ്ദാനം ഇത്തവണത്തെ പ്രകടന പത്രികയിൽ വലിയ തരത്തിലുള്ള സ്വാധീനം എന്തായാലും ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ചും ഈ ഹരിയാനയിലെ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് ഈ പ്രകടന പത്രികയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതടക്കമുള്ള വിധിയെഴുത്താക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജെ.ജെ.പിക്ക് ഒരുപക്ഷെ കാലിടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ജെ.ജെ.പിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തെരഞ്ഞെടുപ്പായി തന്നെ ഇത്തവണത്തെ ജനവിധി മാറും. എന്തായാലും ഏതാണ്ട് ഒരു 1.5 മണിക്കൂറിനകം തന്നെ ഈ വോട്ടെണ്ണൽ ആരംഭിക്കും. അതിനുശേഷം 8:30 തന്നെ ആദ്യ ഫലസൂചന വരുമ്പോൾ ആദ്യ കാറ്റ് എങ്ങോട്ടേക്കാണ് ഹരിയാന പോകുന്നതെന്ന് നമുക്ക് വ്യക്തമായ സൂചനകൾ എന്തായാലും ലഭ്യമാകും. 10 മണിയോട് തന്നെ ഹരിയാനയുടെ ചിത്രം പൂർണ്ണമായും വ്യക്തമാകും. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിൽക്കുന്ന റോത്തക്കിലെ ഹരിയാനയിലെ ഭൂപേന്ദ്ര ഹൂഡയുടെ വസതിക്ക് മുന്നിലാകും വലിയ ആഘോഷങ്ങൾ ഉണ്ടാവുക. കാരണം ഇതിനകം തന്നെ തങ്ങളുടെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ആകണമെന്നുള്ള ഒരു ആവശ്യമെല്ലാം തന്നെ എന്തായാലും ഈ കോൺഗ്രസ് പ്രവർത്തകരെ കൂടാതെ സാധാരണക്കാരായ ആളുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വരുമ്പോൾ സംസാരിച്ചപ്പോൾ അവർ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ ആഘോഷങ്ങൾക്ക് എന്തായാലും ഈ കോൺഗ്രസ് ഓഫീസും അതോടൊപ്പം തന്നെ ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ വസതിയും പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനും തന്നെ വലിയ ആഘോഷങ്ങൾക്ക് കോൺഗ്രസിന്റെ പ്രവർത്തകർ AICC കേന്ദ്രത്തിലെല്ലാം തന്നെ ആരംഭിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ആണ് വിവരങ്ങൾ നൽകിയത് ഹരിയാനയിൽ നിന്ന്. ഹരിയാനയിൽ ഇക്കുറി അവിടുത്തെ മണ്ണ്, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ കോൺഗ്രസിന് അനുകൂലമായി മാറിയിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാരണം സാമുദായിക വോട്ടുകളുടെ ഒരു രാഷ്ട്രീയവൽക്കരണമാണ് എന്നതാണ് ഇപ്പോൾ നിതിൻ അംബുജൻ നൽകിയ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം, അതിന്റെ വോട്ടെണ്ണൽ ആരംഭിക്കാൻ ഏതാണ്ട് 1.5 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും 180 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഫലങ്ങൾ അറിയാൻ ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ്. അതിന്റെ ആദ്യ ഫലസൂചനകൾ 8:15 വരും. ഈ 24ന്റെ സ്ക്രീനിന്റെ മുകൾ ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും ഹരിയാനയിൽ വരുന്ന ഫലസൂചനകളുടെ ആദ്യ ചലനങ്ങൾ. നിങ്ങൾക്ക് ഹരിയാനയുടേത് മുകൾ സ്ക്രീനിൽ നിന്ന് കാണാൻ കഴിയും. സ്ക്രീനിന്റെ മുകൾ ഭാഗത്ത് താഴെ ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലസൂചനകളും പ്രേക്ഷകർക്ക് കാണാം. ഒറ്റ നോട്ടത്തിൽ തന്നെ 2 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ മുഴുവൻ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കണ്ടു മനസ്സിലാക്കാൻ കഴിയും.